ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. സ്കന്ദപുരാണം കഥകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സ്കന്ദഷഷ്ഠി രണ്ടാമത്തെ ദിവസം, വ്രതാനുഷ്ഠാനത്തിൻ്റെ രണ്ടാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ മുരുകദേവനും ശൂരപത്മാസുരനുമായിട്ടുള്ള യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നിർത്തിയതും ഈ യുദ്ധത്തെപ്പറ്റി തന്നെയാണ്. അങ്ങനെ മുരുകനും ശൂരപത്മാസുരനും തമ്മിൽ യുദ്ധം തുടരുകയാണ്. അതികഠിനമായ യുദ്ധമാണ് അവർ രണ്ടുപേരും തമ്മിൽ നടത്തിയത്. ശൂരപത്മാസുരനും മഹേശ്വരൻ്റെ അനുഗ്രഹത്താൽ ധാരാളം ദിവ്യായുധങ്ങൾ സമ്പാദിച്ചിരുന്നു. വലിയ വീരനായിരുന്നു. അതുകൊണ്ട് തന്നെ നന്നായി യുദ്ധസാമർഥ്യമുള്ള ആളായിരുന്നു ശൂരപത്മാസുരൻ. ശൂരപത്മാസുരൻ ധാരാളം വിഷബാണങ്ങൾ സ്കന്ദദേവനു നേരെ പ്രയോഗിച്ചു. പക്ഷേ ഈ വിഷബാണങ്ങളെയെല്ലാം തന്നെ മുരുകൻ നശിപ്പിച്ചു. അതിനുശേഷം ശൂരപത്മാസുരൻ്റെ കൈകളെ ലക്ഷ്യമാക്കി സ്കന്ദദേവൻ 14 ബാണങ്ങളാണ് പ്രയോഗിച്ചത്. പക്ഷേ ആ ബാണങ്ങളൊന്നും അസുരൻ്റെ കൈകളെ വ്രണപ്പെടുത്തിയില്ല. അവൻ്റെ ആ കഠിനമായ കൈകളിൽ പതിച്ച മുരുകബാണങ്ങൾ മൂർച്ച നഷ്ടപ്പെട്ട് നിലം പതിച്ചു. അപ്പോൾ സ്കന്ദദേവൻ അവനെ ലക്ഷ്യമാക്കി 1000 ബാണങ്ങൾ പ്രയോഗിച്ചു. ആ 1000 ബാണങ്ങളേറ്റ് ശൂരപത്മാസുരൻ്റെ വില്ല് മുറിഞ്ഞുപോയി. ക്രുദ്ധനായ ശൂരപത്മാസുരൻ മറ്റൊരു വില്ലെടുത്ത് മുരുകനു നേരെ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്നു. നമഃശിവായ അസ്ത്രങ്ങൾ തൊടുത്തുവിട്ട് ബ്രഹ്മാസ്ത്രത്തെ മുരുകൻ നശിപ്പിച്ചു. അതിനുശേഷം 1 കോടി ബാണങ്ങളാണ് അസുരനു നേരെ മുരുകൻ പ്രയോഗിച്ചത്. അസുരൻ്റെ രഥവും അവനെ സഹായിച്ചുകൊണ്ട് നിന്നിരുന്ന 14 ലക്ഷം രഥങ്ങളും ഒരേ സമയം നശിക്കപ്പെട്ടു. മുരുകൻ്റെ ശക്തിയിൽ അത്ഭുതപ്പെട്ട ശൂരപത്മാസുരൻ തൻ്റെ തൃശൂലായുധം ദേവൻ്റെ മാറിടം ലക്ഷ്യമാക്കി പ്രയോഗിച്ചു. ബാണങ്ങൾ തൊടുത്തുവിട്ട് തൃശൂലായുധത്തെ നശിപ്പിച്ച മുരുകദേവൻ അസുരൻ്റെ ശിരസിലെ മകുടവും രഥത്തിലെ കുടയും ആഭരണങ്ങളും നെറ്റിപ്പട്ടവും തെറിപ്പിച്ചു. തങ്ങളുടെ ചക്രവർത്തിക്കേർപ്പെട്ട പരാജയം മനസ്സിലാക്കിയ രാക്ഷസന്മാർ മുരുകദേവൻ്റെ രഥം വളയുകയും അവരവിടെ നിന്ന് ഘോരമായി യുദ്ധം ചെയ്യുകയും ചെയ്തു. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഈ യുദ്ധരംഗം, ഈ യുദ്ധക്കളം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. അപ്പോഴാണ് നമ്മൾ വിജയിക്കുന്നത്. കണ്ണടച്ചിരുന്ന് വേണം ഈ കഥ നിങ്ങൾ കേൾക്കാനായിട്ട്. ഒരു തവണ കേട്ടിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ ചിത്രങ്ങൾ വരുന്നില്ല എങ്കിൽ ഒരു തവണ കൂടി കേൾക്കുക. അങ്ങനെ ഭഗവാന്റെ കൂടെ സഞ്ചരിക്കുക. അസുരപ്പടകളുടെ രൂക്ഷമായ മുന്നേറ്റം തടസ്സപ്പെടുത്തുന്നതിന് മുരുകദേവൻ ചക്രായുധം പ്രയോഗിച്ചു. യുദ്ധക്കളമെങ്ങും ജ്വലിച്ചു പറന്ന് സഞ്ചരിച്ച ചക്രായുധം അസുരന്മാരുടെ ശിരസുകളും കരങ്ങളും മുറിച്ചു കളഞ്ഞു. ഇപ്രകാരം മുരുകദേവനും ശൂരപത്മാസുരനും തമ്മിൽ ദീർഘനേരം യുദ്ധം ചെയ്തു. യുദ്ധക്കളത്തിൽ മൃതശരീരം മലകൾ പോലെ ഉയർന്നു. രക്തദാഹികളും മനുഷ്യ മാംസഭുക്കുകളുമായ പിശാചുക്കൾ രണാങ്കണത്തിൽ ഉന്മത്ത ചിത്തന്മാരായി നൃത്തം ചവിട്ടി. ഇക്കണ്ട അസുരവീരന്മാരെയെല്ലാം നിഗ്രഹിച്ചത് നിസാരനായ ഒരു ബാലൻ, മുരുകൻ എന്ന ബാലൻ
തന്നെയാണോ എന്നോർത്ത് ശൂരപത്മാസുരൻ വിസ്മയിച്ചു. ഇനി എന്തായാലും നിസ്സാരനായ ബാലകനെ വധിക്കുക തന്നെ, ഇല്ലെങ്കിൽ ദോഷമാണ്, ഇവൻ അസുരകുലം നശിപ്പിക്കും എന്ന് മനസ്സിൽ ദൃഢനിശ്ചയം ചെയ്ത് ശൂരപത്മാസുരൻ 11 ദേവാസ്ത്രങ്ങൾ ഒരുമിച്ച് ജപിച്ച് മുരുകനു നേരെ പ്രയോഗിച്ചു. ചീറിപ്പാഞ്ഞ് സ്കന്ദദേവനെ സമീപിച്ച ആ ദേവാസ്ത്രങ്ങളെ ദേവതൃക്കരങ്ങളിൽ വിളങ്ങിയ വേലായുധം ഗ്രഹിച്ച് ഭസ്മമാക്കി കളഞ്ഞു. അതിനുശേഷം ശൂരപത്മാസുരൻ മുരുകദേവനെ ലക്ഷ്യമാക്കി വൈഷ്ണവാസ്ത്രം പ്രയോഗിച്ചു. അനേകം വിഷ്ണു വിഗ്രഹങ്ങൾ ചൊരിഞ്ഞുകൊണ്ട് ചീറിപ്പാഞ്ഞു വന്ന ആ നാരായണാസ്ത്രത്തെ സ്കന്ദദേവൻ തൻ്റെ തൃക്കരത്തിൽ നിന്ന് കുതിച്ചു ചെന്ന വേലായുധം തന്നെ തിരുവായ് തുറന്ന് വിഴുങ്ങിക്കളഞ്ഞു. ദേവാസ്ത്രങ്ങളെല്ലാം പരാജയപ്പെടുന്നത് കണ്ട് ക്ഷുഭിതനായ ശൂരപത്മാസുരൻ പാശുപതാസ്ത്രം പ്രയോഗിച്ചു. പഞ്ചാക്ഷരി മന്ത്രം ഉച്ചരിച്ച് പൂജിച്ച് മുരുകദേവനു നേരെ അത് പ്രയോഗിച്ചു. അഗ്നിവർഷം പൊഴിച്ച് പാശുപതാസ്ത്രം പ്രപഞ്ചത്തെ വിറപ്പിച്ചു. ശക്തിമത്തായ പാശുപതാസ്ത്രം തന്നെ സമീപിക്കുന്നത് കണ്ട സ്കന്ദദേവൻ പരമേശ്വര തൃപ്പാദങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് തൃക്കരം നീട്ടി ആ ശിവബാണം സ്വീകരിക്കുന്നു. തൻ്റെ ദിവ്യാസ്ത്ര ശക്തികളെയെല്ലാം സങ്കല്പമാത്രയിൽ ഗ്രഹിച്ച് ശക്തി ക്ഷയിപ്പിച്ച മുരുകദേവൻ്റെ ശക്തി പരമേശ്വര ശക്തി തന്നെ എന്ന് ശൂരപത്മാസുരൻ മനസ്സിലാക്കി. എങ്കിലും ആ ശക്തിയെ പരീക്ഷിക്കുന്നതിനു വേണ്ടി ശൂരപത്മാസുരൻ നിഷ്ക്രിയനായി യുദ്ധക്കളത്തിൽ നിൽക്കുകയും ചെയ്തു. തൻ്റെ മുമ്പിൽ നിരായുധനായി നിന്ന ശൂരപത്മാസുരനെ നോക്കി സ്കന്ദദേവൻ ഇപ്രകാരം അരുളി ചെയ്തു: ശൂരപത്മ, ദേവലോകം ആക്രമിച്ച് നശിപ്പിച്ച് ദേവേന്ദ്രപുത്രനായ ജയന്തനെയും മറ്റുള്ള ദേവന്മാരെയും അടിമകളാക്കി നീ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുകയാണ്. അവരെ മോചിപ്പിക്കുവാനും അവരുടെ ലോകം അവർക്ക് തിരിച്ചു നൽകുവാനും ആവശ്യപ്പെട്ട് ഒരു ദൂതനെ നാം നിയോഗിച്ചല്ലോ. ആ നിർദ്ദേശം തള്ളിക്കളഞ്ഞ നീ നമ്മെ ധിക്കരിക്കുകയും നമ്മുടെ ദൂതനെ ഉപദ്രവിക്കുകയും ചെയ്തു. അഹങ്കാരിയായ നിന്റെ സഹോദരൻ താരകനെ വധിച്ചതുപോലെ നമ്മുടെ വേലായുധം കൊണ്ട് നിന്നെയും വധിക്കുവാൻ വേണ്ടിയാണ് നാം ആഗതനായിരിക്കുന്നത്. എങ്കിലും 100,000 ചതുരംഗ സേനകളും ദിവ്യധനുസും തപശക്തികൾ കൊണ്ട് നേടിയെടുത്ത ദേവാസ്ത്രങ്ങളും നഷ്ടപ്പെട്ട് മനസ്സും ശരീരവും തളർന്നു നിൽക്കുന്ന നിന്നെ കണ്ട് നാം സഹതപിക്കുന്നു. താരകാസുരനെ നിഗ്രഹിച്ച വേലായുധം ഇപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെയുണ്ട്. നിന്നെ നിഗ്രഹിക്കുക എന്നത് നമുക്ക് കഠിനമായ കാര്യമൊന്നുമല്ല. എന്നാൽ ധർമ്മനീതി അനുസരിച്ച് നിരായുധനായി നിൽക്കുന്ന നിന്നെ കൊല്ലുന്നത് നീതി അല്ലാത്തതുകൊണ്ട് ഇപ്പോൾ നാം ക്ഷമിച്ചിരിക്കുന്നു. ഇപ്പോഴെങ്കിലും ദേവന്മാരെ കാരാഗ്രഹത്തിൽ നിന്ന് മോചിപ്പിച്ച് ദേവലോകം അവർക്ക് തിരിച്ചു നൽകും എങ്കിൽ നാം നിന്നോട് ക്ഷമിക്കുന്നതാണ്. അല്ലാത്ത പക്ഷം തൽക്ഷണം തന്നെ നിന്നെ നാം നിഗ്രഹിക്കുന്നതാണ്. മുരുകദേവ വചനങ്ങൾ ശ്രവിച്ച ശൂരപത്മാസുരൻ യാതൊന്നും പ്രതികരിച്ചില്ല. കേവലനായ ഒരു ബാലകന്റെ മുമ്പിൽ പരാജയം സമ്മതിക്കുന്നതിലും ഉപരിയായി മറ്റൊരപമാനവുമില്ല. വീണ്ടും ആയുധങ്ങളും സൈന്യസന്നാഹങ്ങളും ശേഖരിച്ചു വന്ന് മുരുകനുമായി യുദ്ധം ചെയ്യണമെന്ന് ആ നിമിഷം അസുരരാജ ചക്രവർത്തി തീരുമാനിക്കുന്നു.
അസുരകുലഗുരുവായ ശുക്രാചാര്യൻ ഉപദേശിച്ചരുളിയ മായാമന്ത്രം ഉരവിട്ട ശൂരപത്മാസുരൻ യുദ്ധകളത്തിൽ നിന്ന് ആ നിമിഷം മായയായി മറഞ്ഞ് ആകാശമാർഗത്തിൽ കൂടി സഞ്ചരിച്ച് തൻ്റെ നഗരമായ വീരമഹേന്ദ്രപുരിയെ പ്രാപിച്ചു. അത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ ഭഗവാനോട് ഇപ്രകാരം ചോദിച്ചു: അല്ലയോ സ്കന്ദദേവ, അവിടുത്തോട് യുദ്ധം ചെയ്തു തോറ്റുപോയ അസുരൻ പരാജയ ദുഃഖം എന്താണെന്ന് ഇന്നാണ് ആദ്യമായി അറിയുന്നത്. അവിടുന്ന് മനസ്സു വെച്ചിരുന്നു എങ്കിൽ ആ അസുരൻ രക്ഷപ്പെടുകയില്ലായിരുന്നു. വേലായുധം കൊണ്ട് അസുരനെ നിഗ്രഹിച്ച് അരുളിയാലും. ഇങ്ങനെ ദേവേന്ദ്രനും മറ്റുള്ള ദേവന്മാരും ഭഗവാനോട് പറയുന്നു. പരാജയപ്പെട്ട ശൂരപത്മാസുരന്റെ ഒളിച്ചോട്ടത്തിൽ ഭൂതഗണങ്ങളും ഭൂതനായകന്മാരും സന്തുഷ്ടരായി. അവർ ശൂരപത്മാസുരന്റെ കോട്ട മതിലുകളെയും അവൻ്റെ അസുര നഗരത്തെയും നശിപ്പിക്കുവാൻ തീരുമാനിക്കുന്നു. തുടർന്ന് സ്കന്ദദേവനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർ വൻവൃക്ഷങ്ങളെയും പാറകളെയും ഇളക്കി പിഴുതെടുത്തുകൊണ്ട് വീരമഹേന്ദ്രപുരിയെ ലക്ഷ്യമാക്കി നീങ്ങി. അവർ അസുര നഗരത്തിലെ കോട്ടകളെയും കെട്ടിടങ്ങളെയും നശിപ്പിച്ചു. കല്ലുകളും മരങ്ങളും കൊണ്ട് ഭൂതഗണങ്ങൾ ആ കെട്ടിടങ്ങളെ നശിപ്പിച്ചു. അവർ ഗോപുരങ്ങളുടെ മീതെ ചാടിക്കയറി താഴികക്കുടങ്ങൾ ഇളക്കി ദൂരെ വലിച്ചെറിഞ്ഞു. അത് കണ്ട് കോപിഷ്ഠനായ അസുരപ്പടനായകൻ അതിഘോരൻ ഭൂതഗണങ്ങളുമായി യുദ്ധം ചെയ്യുകയും അവരെ വിരട്ടി ഓടിക്കുകയും ചെയ്തു. ഭൂതഗണങ്ങൾ പരാജയപ്പെടുന്നത് കണ്ട് ഭൂതനായകനായ മേഘൻ അതിഘോരനുമായി ഏറ്റുമുട്ടി യുദ്ധം ചെയ്തു. കുതിച്ചു ചാടിപ്പൊങ്ങിയ മേഘൻ അതിഘോരന്റെ മാറിടത്തിൽ ആഞ്ഞു പതിക്കുകയും അസുരനെ മറിച്ചിടുകയും ചെയ്തു. തക്കം നോക്കി ഭൂതഗണങ്ങൾ അവൻ്റെ മാറിൽ ചവിട്ടി അതാ നോക്കൂ അവനെ നിഗ്രഹിച്ചു. അസുര നഗരത്തിൻ്റെ പ്രധാന കവാടത്തിലെത്തിയ ഭൂതങ്ങൾ കൂറ്റൻ ഗോപുരം വലിച്ചു പറിച്ചെടുത്ത് സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അതോടുകൂടി സമുദ്രജലം പൊങ്ങി അസുര നഗരവീഥികൾ വെള്ളത്തിൽ മുങ്ങി. ഭൂതഗണങ്ങൾ കണ്ണിൽ കാണപ്പെട്ട അസുര വീരന്മാരെ എല്ലാവരെയും ഓടിച്ചു പിടിച്ച് നിഗ്രഹിച്ചു. ഇനിയും മുമ്പോട്ട് പോകുന്നത് ശരിയല്ല. തങ്ങളുടെ സേനാനായകൻ മുരുകനാണ്. മുരുകൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല എന്ന് മനസ്സിലാക്കിയ ഭൂതഗണങ്ങൾ സ്കന്ദദേവന്റെ സമ്മതം മേടിക്കുന്നതിനായി തിരിച്ച് ഹേമകൂടത്തിലേക്ക് മടങ്ങി. യുദ്ധക്കളത്തിൽ നിന്ന് പരാജയപ്പെട്ടു മടങ്ങിയ ശൂരപത്മാസുരൻ അസ്വസ്ഥനായിരുന്നു. ഏകാന്തത മാത്രമാണ് അവനപ്പോൾ ഇഷ്ടപ്പെട്ടത്. യുദ്ധക്കളത്തിൽ സംഭവിച്ച ആദ്യ പരാജയം ശൂരപത്മാസുരനെ വല്ലാതെ തളർത്തിയിരുന്നു. തൻ്റെ അന്തഃപുരത്തിൽ ഏകാന്തനായി ഇരുന്നു കൊണ്ട് ശൂരപത്മാസുരൻ എങ്ങനെ മുരുകനെ വധിക്കണം എന്ന് ഗാഢമായി ആലോചിച്ചു. പിതാവ് പരാജയപ്പെട്ട് യുദ്ധക്കളത്തിൽ നിന്നും മടങ്ങി വന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ ഭാനുകോപൻ ഞെട്ടിപ്പോയി. ഭാനുകോപൻ അച്ഛൻ്റെ അടുക്കലേക്ക് വന്നു. പിതാവിനെ വന്ദിച്ചു. എന്നിട്ട് ഭാനുകോപൻ ഇങ്ങനെ പറയുകയാണ്: പിതാവേ, അവിടുത്തെ പുത്രനായ അടിയൻ ജീവിച്ചിരിക്കുമ്പോൾ അവിടുന്ന് യുദ്ധത്തിന് പോകേണ്ടിയിരുന്നില്ല. അവിടുത്തെ കൽപ്പനയനുസരിച്ച് ഇന്നലെ യുദ്ധക്കളത്തിലെത്തിയ ഞാൻ ഭൂതപടകളുമായി ഘോരമായി യുദ്ധം ചെയ്തു. മോഹാസ്ത്രം പ്രയോഗിച്ച് അവരെ ഒന്നടങ്കം ഞാൻ മോഹനിദ്രയിൽ ആഴ്ത്തുകയും ചെയ്തു. അവരുടെ ശക്തിയെ ക്ഷയിപ്പിച്ച് വിജയം കൈവരിക്കും എന്ന നില വന്നപ്പോൾ എൻ്റെ നേരെ മുരുകൻ അമോഹാസ്ത്രം പ്രയോഗിച്ചു. അതോടെ മുരുകപ്പടകൾ ഒന്നടങ്കം
മോഹനിദ്രയെ വിട്ടുണരുകയും ചെയ്തു. നമ്മുടെ ശത്രുക്കളെ ഉന്മൂലനാശനം ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങ് വിഷമിക്കണ്ട. മുരുകൻ മുലകുടി പോലും മാറാത്ത വെറും ബാലകനാണ്. നാളത്തെ ദിവസം അവിടുത്തെ പുത്രനായ ഭാനുകോപന്റെ ദിവസമാണ്. മുരുകനെയും അവൻ്റെ ഭൂതപ്പടകളെയും ഞാൻ നിഗ്രഹിക്കുന്നതാണ്. ഇങ്ങനെ ഭാനുകോപൻ അച്ഛനോട് പറയുന്നു. മകൻ്റെ വീരവചനങ്ങൾ കേട്ടപ്പോൾ അച്ഛന് വളരെയധികം സന്തോഷമാവുകയും പിതാവ് യുദ്ധത്തിന് അനുമതി നൽകുകയും ചെയ്തു. അങ്ങനെ പിതാവിനോട് യുദ്ധാനുമതി വാങ്ങി അരമന വിട്ട് പുറത്തു വന്ന ഭാനുകോപൻ കണ്ടത് വീരമഹേന്ദ്രപുരിയിൽ വൻ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ടിരിക്കുന്ന ഭൂതഗണങ്ങളെയാണ്. ഭൂതഗണങ്ങളെല്ലാം ഒന്നുകൂടി വന്ന് അസുര നഗരത്തിലെ മതിലുകളെയെല്ലാം തകർത്തിരിക്കുന്നു. അതിഘോരനെയും അനേകായിരം അസുര വീരന്മാരെയും നിഗ്രഹിച്ച അവർ ഗോപുരങ്ങളെല്ലാം തകർത്ത് കടലിൽ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അതുമൂലം രാജവീഥികളെല്ലാം വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്നു. ഇത് കണ്ടതും ഇച്ഛാഭംഗം തോന്നിയ ഭാനുകോപൻ അസുരശില്പികളെ വിളിച്ചുവരുത്തി എത്രയും പെട്ടെന്ന് നാശമായ ഗോപുരങ്ങളും മതിലുകളുമെല്ലാം എത്രയും വേഗം നന്നാക്കാൻ കൽപ്പിച്ചു. മോടി പിടിപ്പിക്കപ്പെട്ട അസുരനഗരത്തിന് മഹാകായൻ എന്ന അസുരയോദ്ധാവിനെ ഭാനുകോപൻ കാവൽ നിർത്തുകയും ചെയ്തു. പിറ്റേ ദിവസം ഭാനുകോപനും മുരുകദേവനുമായിട്ടുള്ള യുദ്ധമാണ്. ഭാനുകോപന്റെയും മറ്റ് അസുരന്മാരുടെയും എല്ലാം യുദ്ധവിശേഷം സ്കന്ദഷഷ്ഠി വ്രതത്തിൻ്റെ 3-ാമത്തെ ദിവസം നമുക്ക് കേൾക്കാം. ഇന്ന് കേൾക്കേണ്ടുന്ന കഥ ഇതാണ്. ഇന്ന് ജപിക്കേണ്ടുന്ന നാമം ഏതാണ് എന്ന് തൊട്ടടുത്ത വീഡിയോയായി ഞാനിടാം. ഈ 2 വീഡിയോകളും നിങ്ങളെല്ലാവരും കേൾക്കണം, പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം. ഹരേ കൃഷ്ണ.